ഉപവാസം എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുത്തുള്ള അറിവുള്ളൂ. ഞങ്ങളുടെ ഓരോ ഗുരുനാഥന്മാരിലൂടെയും ഞങ്ങളെ ചുമപ്രകാശനെ പോലുള്ള അവരെ അഭ്യസിപ്പിച്ച ഗുരുനാഥന്മാരെ കാണുകയുണ്ടായിരുന്നു. ചുമപ്രകാശൻ്റെ പഠന രീതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കളരി അഭ്യാസം വേണം, ഇങ്ങനെ ഒരു ചൊല്ലിയാട്ട കളരി അഭ്യാസം വേണം എന്ന് തുടങ്ങിയ ആശാന്റെ പല പ്രശ്നങ്ങളും ഞങ്ങളുടെ ആശാന്മാരിലൂടെ അല്ലെ ഞങ്ങളുടെ അധ്യാപകരിലൂടെ ഞങ്ങൾ അനുഭവിച്ചതാണ്. സംഗീതം, കഥകളി, നല്ല സംഘാടനം, അങ്ങനെ നിരവധി മേഖലകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ചുമപ്രകാശൻ എന്നുള്ളത് കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞിട്ടുമുണ്ട്. എന്നെപ്പോലെ അത് മനസ്സിലാക്കിയവരാണെങ്കിൽ മുന്നിലിരിക്കുന്നുവെന്നും കരുതുന്നു. ചുമപ്രകാശനെ കുറിച്ച് അധികമൊന്നും സംസാരിക്കാൻ എൻ്റെ പരിമിതിയോ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ്. പ്രണതി സ്മൃതി പ്രഭാഷണം നടത്തുന്നത് ശ്രീ ബ്രഹ്മശ്രീ കുന്നംപറമ്പ് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിനെ പ്രണതിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മുഖാമുഖം ചുമപ്രകാശന്റെ കഥകളി പ്രധാനാപനം ശ്രീ പാലനാട് നിവാരം മാഷും ശ്രീ അത്തിപ്പറ്റ രവിയുമാണ് അതിനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. രണ്ട് വ്യക്തിത്വങ്ങളെ പ്രണവിയിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. ശുദ്ധി സമ്മേളനത്തിന്റെ നന്ദി പ്രകാശിക്കുന്നത് ശ്രീയിലെ ഭരണസമിതി അംഗത്തിൽപ്പെട്ട ശ്രീ കെ രവീന്ദ്രൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ഈ പ്രണതിയുടെ പേരിൽ ആദരവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പിന്നീട് പ്രണതിയുടെ ഓരോ മാസവും ഓരോ ആശാനുമായിട്ട് ബന്ധപ്പെട്ട് ആശാന്റെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കലാ പ്രകടനങ്ങളെ കലാവിരുന്നുകളാണ് അവതരിപ്പിക്കുക. പ്രാവശ്യം കഥകളി പദക്കച്ചേരികളാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാസ്റ്റർ നിരഞ്ജൻ മോഹൻ, മാസ്റ്റർ ജിഷ്ണു മനോജ്, കുമാരി ഉമ്മ എത്തിപ്പറ്റ, കുമാരി ദീക്ഷിത എമ്മൻ. പിന്നെ രണ്ട് തരത്തിലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഒരു ജൂനിയർ അല്ലെങ്കിൽ സീനിയർ എന്നായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത്. സീനിയറായിട്ട് ശ്രീ കലാമണ്ഡലം വിനോദൻ, ശ്രീ കലാമണ്ഡലം വിശ്വാസം തുടങ്ങിയവരാണ് കച്ചേരി അവതരിപ്പിക്കുന്നത്. അതിന് പക്കമേളം ചെണ്ട ശ്രീ കലാമണ്ഡലം വെങ്കികൃഷ്ണ, മദ്ദളം ശ്രീ കലാമണ്ഡലം കൃഷ്ണപ്രസാദ്, സദന കൃഷ്ണപ്രസാദ്, ഇടയ്ക്ക ശ്രീ കലാമണ്ഡലം സരോദ് തുടങ്ങിയവരാണ്. എല്ലാവരെയും പ്രണതിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ദൈവമെന്നുള്ളിൽ കരുതിയിടേണമെപ്പോഴും ഗുരുകാരുണ്യമുണ്ടെങ്കിൽ വരുമെല്ലാ നങ്ങളും ശീഘ്രമാണ്. ആനന്ദനെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അത് നിരാകരിക്കേണ്ടായിരുന്നു. കാരണം എനിക്ക് തൊട്ട് ശീലമുള്ള പണിയല്ല. ഒരു 3 മണിക്കൂറെങ്കിലും പൂജ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വർഷമില്ല. പക്ഷേ ഇത് ഞാൻ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. തമ്മിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇതുപോലെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവൊന്നും പ്രത്യേകിച്ച് ഈ കുഞ്ചാരൻ ട്രസ്റ്റിൻ്റെ എൻ്റെ മുമ്പിലിരിക്കുന്നവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വേറെയുണ്ട്. ഞാൻ അനുഭവിച്ച് തീർക്കുകയാണ്. പക്ഷേ എൻ്റെ ആദ്യ ഗുരുനാഥനെ പറ്റിയിട്ട് 2 വാക്ക് പറയണമെന്നപ്പോൾ മോഹം ഉള്ളിൽ കലശലായിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യ ഗുരുനാഥനാണ് ചുമപ്രകാശൻ. അദ്ദേഹത്തിൻ്റെ പാതാരങ്ങളിൽ നമസ്കരിക്കുന്നു.
കുറച്ച് ഓർമ്മകളെ എനിക്ക് അദ്ദേഹത്തെ പറ്റി പങ്കിടാനുണ്ട്. കാരണം ഞാൻ 68-ലാണ് ജനിക്കണത്. 92-ൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. വെളിയിലിരിക്കാരനാവുകൊണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ അച്ചുകുളാശനെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും എനിക്ക് അത്ഭുതമായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ ആരാധിക്കാൻ തുടങ്ങിയത്. കാരണം അന്നത്തെ ദാരിദ്ര്യം, നാട്ടിലൊക്കെ നല്ല ദാരിദ്ര്യമുള്ള സമയം, വെളുത്ത മുണ്ട് കാണാൻ വളരെ ചുരുക്കമാണ് നാട്ടിൽ. വെളുത്ത മുണ്ട് കാണണമെങ്കിൽ ജനിക്കാണ്. ഓണം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചാർത്തൊക്കെ ഉണ്ടാവുകയാണ് ഈ അലക്കിയ മുണ്ട് കാണാൻ പറഞ്ഞാൽ തെറ്റിക്കാൻ. പക്ഷെ അച്ചുകുളാശനെ വെളുത്തേ കാണും. അതെൻ്റെ ആദ്യത്തെ അത്ഭുതമാണ്. അന്നത്തെ കാലത്ത് എപ്പോൾ നോക്കിയാലും വൃത്തിയായ മുണ്ട് ചീറ്റിയിട്ടല്ലാണ്ട് അച്ചുകുളാശനെ കാണില്ല. അതാണ് എൻ്റെ ആദ്യത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, ഇത്ര വലിയ മാലയിട്ടൊരാൾ. അതെൻ്റെ വലിയൊരു അത്ഭുതം. വലിയ റോക്കറ്റ്, ആ ഗോതമ്പ് മണി മാല, ഇതൊക്കെ ഞങ്ങളെങ്ങനെ വെച്ചാൽ ചോറൂണ് കഴിഞ്ഞാൽ കാന്തളൂർ അമ്പലത്തിൽ പറ്റുന്ന ദിവസമൊക്കെ തൊഴിക്കും. ആരെങ്കിലും ഇതൊന്നും പോകണവരുണ്ടാവും, ഒന്നും അമ്മയാവും അല്ലെങ്കിൽ ഓപ്പർമാരാവും. ആരായാലും ഈ ചെറിയ കുട്ടികളെ ഈ ചോറൂണ് കഴിഞ്ഞ മുതൽ തൊഴിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 3 വയസ്സ് 4 വയസ്സിലൊക്കെ ഓർമ്മ വെച്ചാൽ ആ കാലം പോലുള്ള ഓർമ്മയിൽ അച്ചുകുളാശാനാണ്. കുറുപ്പാശാൻ, അച്ചുകുളാശാൻ, ഈ 2 വ്യക്തിത്വങ്ങളും ആദ്യം മുതലേ നമ്മളെ സ്വാധീനിച്ച 2 വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഈ ശനി ഞായറാവും അധികവും അച്ചുകുളാശാനോട് ഉണ്ടാവുക. ദിവസങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, അതൊന്നും അത്രയൊന്നും ഓർമ്മ പറയാനറിയില്ല. കാണുമ്പോഴൊക്കെ ആ ഒരു തേജസ് എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, സംശയമില്ല. പിന്നെ അത്യാവശ്യം ഓർമ്മകൾ സൂക്ഷിക്കാറാവുന്ന പ്രായമൊക്കെ എപ്പോഴെങ്കിലും ഉത്സവകാലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങൾ അമ്പലത്തിലുണ്ടാവുമ്പോഴൊക്കെ ഇദ്ദേഹം എന്തെങ്കിലും ഒരു വാദ്യത്തിലോ അല്ലെങ്കിൽ പാടിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വിസ്മയങ്ങൾ തീർക്കുമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോൾ ആചാരങ്ങളാണെങ്കിൽ വലന്തര, ശംഖുവിളി, വലന്തര. അപ്പോൾ ആ വേഷ്ടി അരയിലെങ്കിലും ഒരു കോണോട് കോണിൽ കെട്ടിയിട്ടൊരു രൂപമുണ്ട്. ഭസ്മപുരയൊക്കെ തൊട്ട് അധികമായിട്ട് വരുമ്പോൾ പാണി വിഷയങ്ങൾ ഉത്സവത്തിലേക്ക് വരുമ്പോൾ പാണിക്ക് ആ ഇണവസ്ത്രമൊക്കെ തെരിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചുരുപാളാശാൻ രൂപം. കഥകളി നടക്കുകയാണെങ്കിൽ കഥകളി ചെണ്ടയായിട്ട് അരങ്ങത്തുള്ളൊരു രൂപം. ഇതൊന്നല്ലാണ്ട് ഭരണം, കാന്തളൂരെ നടത്തിപ്പിൻ്റെ ഒരു ഭാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ മറ്റ് സമയങ്ങളിൽ നടത്തിപ്പായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നഗരായിരുന്നവിടെ ശാന്തി നീലാണ്ടനെങ്കിൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു വ്യക്തിയായിരുന്നു നീലാണ്ടനെങ്കിൽ. ഞാൻ ഭയങ്കര ചീത്തോടെ നമ്മളെ കുട്ടികളല്ലേ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടുകയൊക്കെ ചെയ്താൽ ഓടിച്ചു കൊടുക്കും. പക്ഷെ അദ്ദേഹം തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ ആ പുതാറോട് ചോദിക്കാം. അങ്ങനെ എല്ലാവർക്കും സമ്മതനായിട്ട് എല്ലാവരുടെ വിഷയങ്ങളിലും ഒരു തീർപ്പ് പറയാൻ നോക്കണം, യോഗ്യതയോടുകൂടി. എന്നാൽ വളരെ എല്ലാവരോടും സൗഹൃദമായിട്ടും പെരുമാറുന്നൊരു പുതാളാശാൻ എൻ്റെ മനസ്സിലുണ്ട്. അന്നൊക്കെ സംസാരിക്കാനൊന്നും നമ്മൾ ചെറിയ കുട്ടിയാണെന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളില്ല. ഒന്നാമത് ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ചിലതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ പരിഭ്രമിച്ചിട്ടാണ് ഞാൻ പുതാളാശാനോട് സംസാരിക്കാറുള്ളത്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ആണ് എനിക്കൊരു മോഹം, കൊട്ടണം, ചെണ്ട കൊട്ടും. ചെണ്ടയെ പറ്റി ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ചെണ്ട കൊട്ടാനും മോഹം. അപ്പം ഞാൻ അങ്ങനെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ചെണ്ട പഠിക്കണം. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ മാസത്തിൽ 1-2 ദിവസം അവിടെ ഉണ്ടാവുള്ളൂ, ശാന്തിയാണ് അച്ഛൻ. അപ്പം അച്ഛനോട് മാത്രമല്ല, ഞങ്ങൾക്ക് അച്ഛനോട് അത്ര സ്വാതന്ത്ര്യം ആയിട്ട് പോയി പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ഗൗരവമാണ്. അപ്പം അമ്മയോട് ഇങ്ങനെ പറയും, അമ്മേ ഇപ്പം എങ്ങനെ ഉണ്ടാവുക, ഈ ആശാനെ കണ്ട് അമ്പലത്തിൽ നിന്നൊക്കെ ആശാനെ കണ്ടിട്ട് ഇല്ലത്തൊക്കെ എത്തുമ്പോഴാണ് ഈ തോര കൂടുക. അപ്പം ഞാൻ അച്ഛനോട് ആശാനെ കണ്ടു, അമ്മ ഒന്നും പറയുമോ, അച്ഛനോട് ചോദിക്കുമോ? അപ്പം അമ്മ പറയും, അങ്ങനെയൊന്നും പോയി ചോദിക്കാൻ പറ്റില്ല, അച്ഛനോട് ചോദിക്കട്ടെ. ഈ അച്ഛനോട് ചോദിക്കലും പറയലും കഴിയാണ്ട് 5ാം ക്ലാസ് കഴിഞ്ഞു. ആ സമയത്താണ് ഒരു ദിവസം ഞാൻ കുറച്ച് വാശിയായിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇന്ന് ആശാൻ ഇവിടെ ഉണ്ട്, അമ്മ ഒന്നും ചോദിക്കും. അവസാനം വൈകുന്നേരം അമ്പലത്തിലേക്ക് പോയപ്പോൾ ആശാൻ അവിടെ ഉണ്ട്, ആ ഗോപുരത്തിലുണ്ട്. അപ്പം അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലമല്ലേ, പെട്ടെന്നൊരു പുരുഷന്മാരോട് അങ്ങ് സംസാരിക്കാനുള്ള ഒരു ധൈര്യമൊന്നുമില്ല. എന്നാൽ എൻ്റെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് അമ്മ നഗരിലാമ്മയെ കൂട്ടിയിട്ട്, ഈ നീലാണ്ടനൻ്റെ ആദ്യമാരെ കൂട്ടിയിട്ട് നഗരിലാമ്മ ഞങ്ങൾ വിളിക്കുക, ആ അമ്മയും കൂടി കൂട്ടി പിടിച്ചുകൊണ്ട് പോയി ആശാനോട് ചോദിച്ചു,
ഇയാളിങ്ങനെ കുറേ കാലമായി മോഹം പറയും അയാളെ ഒന്ന് കുറച്ച് ചെണ്ട പഠിപ്പിക്കാൻ പറ്റും. തരാനൊന്നുമില്ല, അതാണ് ആദ്യത്തെ വിഷയം. തരാൻ എന്തെങ്കിലും ഒന്നുമില്ല, അയാളെ എന്തെങ്കിലും കുറച്ച് പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹം ഒന്നും മൂളി ആദ്യം നാണാമ്മ പറഞ്ഞോട്ടെ, ഞാൻ കണ്ടിട്ടില്ല, രംഗത്തില്ല. ഒന്നും മൂളിത്ര ഇരുത്തി മൂളിന്നാ പറഞ്ഞു. എന്തായാലും തൊഴാമെന്ന് തൊഴുതു വരും. അമ്മമ്മയുടെ തൊഴിൽ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ ആ നടവരപ്പത്ത് കുറച്ച് ദൂരം ഇങ്ങനെ അമ്മയെ അനുഗമിച്ച് പിന്നാറ്റാൽ ഒപ്പം വന്നിട്ട് ആ രാമരംഗത്തേക്ക് പഠിപ്പില്ലെന്ന് ഇപ്പോൾ പറഞ്ഞത്രേ, എനിക്കൊന്നും തരുമൊന്നും വേണ്ട, പഠിപ്പിക്കാൻ വിഷമമില്ല, പക്ഷെ ഞാൻ ഒരു ജോലിക്കാരനാണ്, എല്ലപ്പോഴും പറഞ്ഞിട്ടാവില്ല. അപ്പോൾ സൗകര്യം പോലെയൊക്കെ എൻ്റെ സമയം പോലെയൊക്കെ ഞാൻ ചെറിയ ആളെ പഠിപ്പിച്ച് തുടങ്ങാൻ ഇരിക്കുന്നുണ്ട് ആനന്ദന്. അപ്പോൾ അതിൻ്റെ ഒപ്പം തുടങ്ങാം. അങ്ങനെ ഒരു വാക്ക് അമ്മയോട് പറഞ്ഞു. അമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞു കഷ്ടിച്ചേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് ആ വാക്ക്, കഷ്ടിച്ച് ആവാന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചോളം പറ്റിയ കാര്യം കഷ്ടിച്ച് പറഞ്ഞാൽ ഇനി നമുക്ക് എപ്പോഴേലും കാണുമ്പോൾ ചിരിക്കാതെ ഇതിനോട് ആ യോഗ്യം ധരിക്കാതെ എന്നുള്ള നിലയ്ക്ക്. ഇതിലൊരു ദിവസം അമ്പലത്തിൽ എന്നോട് പറഞ്ഞു, ഏതോ ഒരു ദിവസം എനിക്ക് ഓർമ്മയില്ല, അന്ന് നമുക്ക് തുടങ്ങുകയാണ്. ചിന്നോട് അമ്മയോട് പറഞ്ഞിട്ട് ഒരു ചെറിയ ദക്ഷിണയും കൊണ്ടുവരും. അങ്ങനെയാണ് വാക്ക്, ചെറിയ ദക്ഷിണയും കൊണ്ടുവരും. ഞാൻ ഊട്ടി ഇല്ലത്തെ എന്ന് പറഞ്ഞ് ഇന്ന ദിവസമാണ് പറഞ്ഞത്, ചെറിയൊരു ദക്ഷിണയും കൊണ്ട് വരാൻ പറഞ്ഞത്. അപ്പം ദക്ഷിണ എന്ന് പറഞ്ഞാൽ വെറ്റില അടയ്ക്കാൻ ഇല്ലാത്ത ധാരാളമുണ്ട്, വെറ്റില കൊടിയുള്ള ഇല്ലാതെ. അപ്പോൾ വെറ്റില ധാരാളമുണ്ട്, കുറച്ചധികം വെറ്റില ഞാൻ പൊട്ടിച്ചു ഞാൻ തന്നെ അടയ്ക്കയുണ്ട്. അതിൽ വയ്ക്കാൻ ഒരു 25 പൈസ അമ്മ കൊടുത്തു തന്നു. അത് വലിയ കാര്യമാണ് അന്നത്തെ കാര്യം, 25 പൈസ വലിയ കാര്യമാണ്. അത് എവിടുന്നോ അമ്മ സംഘടിപ്പിച്ച് തന്നു, അച്ഛനൊന്നും ഇല്ല തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ, അപ്പം ഞാൻ അമ്മയോട് പോരാൻ പറയാല്ല, ഒന്ന് എൻ്റെ ഒപ്പം വരുമോ ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാനില്ല, നീ പോയാൽ മതി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഈ 5-5 ക്ലാസ് പഠിക്കുന്ന പ്രായത്തിൽ ഒറ്റയ്ക്കാണ് ഞാൻ അവിടെ പോയിട്ട് ആശാല ദക്ഷിണ വെച്ചത്. മുണ്ടൊന്നും ഇല്ല, വെറ്റില അടക്കി 25 പൈസ വെറ്റില വെച്ചിട്ട് ദക്ഷിണ വെച്ച് എന്നെ ഗണപതി കൈ പിടിച്ചത്. 3-3.5 മാസത്തിലായിരുന്നു. ഒരു 3.5 മാസത്തോളം കൃത്യമായി രാവിലെ സാധകവും നേരത്തെ സാധനം പറഞ്ഞു. 4 മണി കഴിഞ്ഞാൽ അദ്ദേഹം തയ്യാറാവും. ശനി ഞായർ മാത്രമേ അച്ഛനാശാൻ ഉണ്ടായിരുന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. മറ്റു ദിവസങ്ങളിൽ ബലരാമാശാനാണ് കൂടി ചെയ്യുന്നത്. നേരത്തെ സാധനം ഒരു 6:30 വരെയൊക്കെ സാധനം ചെയ്യും. ഞങ്ങളുടെ കൂടെ ആ രാമപുതാളുടെ മകൻ സതീശനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര്. പിന്നെ ഇടയ്ക്ക് ആ അയ്യരുട്ടി എന്ന് വിളിക്കും നമ്മൾ, അദ്ദേഹം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെളിച്ചപ്പാടിൻ്റെ മകൻ രവി ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ചില ദിവസം ശങ്കരേട്ടൻ, തേരക്കാട്ടെ ശങ്കരേട്ടൻ, ഇവരൊക്കെ പഠിച്ച് കൊട്ടാറായവരാണ്, പക്ഷെ നമ്മളെ കൊട്ടിക്കാൻ വരികയാണ്. അങ്ങനെ ഒരു 3-3.5 മാസം, ഒരു 100 ദിവസം വയ്ക്കാം കഷ്ടിച്ചൊക്കെ പഠിച്ചു. എന്താ പഠിച്ചതെന്ന് ചോദിക്കുന്നത്, ആ തരികിടയൊക്കെ പഠിച്ചു കഷ്ടിച്ച്. തക്കിട്ട തരികിട പടകൈകളൊക്കെ കൊട്ടി അത്യാവശ്യം കൊട്ടാറായിരുന്നു. പിന്നെ പെട്ടെന്ന് ആണ് ആ ഒരു സംഭവം, ബലരാമാശാൻ്റെ പത്നി മരിക്കാനിടയായത്. അതോടുകൂടി ആ പഠിപ്പ് അവിടെ നിന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളിൽ ഒന്നുമില്ല, എനിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ മോഹം തീർന്നു എന്ന് പറയാനില്ല, പക്ഷേ പിന്നെ അത് അന്വേഷിക്കാനോ അങ്ങനെ അതിൻ്റെ വഴി അറിയില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇത് എങ്ങനെയാണ് മുമ്പിലേക്ക് കൊണ്ടുപോകണമെന്ന് അറിയാത്തതുകൊണ്ടും ഇല്ലത്തുള്ളവർക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് നിന്നുപോയി. പിന്നെ ഒരു ദിവസം കേൾക്കണ അതിൻ്റെ അരങ്ങേറ്റാണെന്നാണ് ഞാൻ കേൾക്കണത്. ഞാൻ അന്വേഷിക്കാം, അവരെ കുറ്റല്ല കേട്ടോ, നമ്മൾ പോയി അന്വേഷിക്കുള്ളൂ, നമുക്കാണല്ലോ ആവശ്യം. പക്ഷെ അതൊന്നും ചെയ്യാനെന്നെ അറിയില്ല. ഇത് ആരോടാ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഈ മേപ്പത്ത് കൊണ്ടുവന്ന് അറിയാത്തതുകൊണ്ട് പറ്റിയൊരബദ്ധം. ആനന്ദിൻ്റെ അരങ്ങേറ്റാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയൊരു ദിവസമാണ്. സന്തോഷിക്കല്ലേ വേണ്ടേ, കൂടെ പറ്റിയാൽ ആരെങ്കിലും പറയും. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ആനന്ദ് മാത്രമേ അരങ്ങേറിയുള്ളൂ, മറ്റേ സതീശൻ അരങ്ങേറിയില്ല എന്നാണ് വിശ്വാസം. എന്തായാലും ഇതാണ് അച്യുതനായിട്ടുള്ള ആദ്യത്തെ എൻ്റെ അങ്ങനെ എൻ്റെ ആദ്യ ഗുരുനാഥൻ. ഞാനൊരു വിദ്യ പഠിക്കണം, സ്കൂളിൽ പോയി പഠിക്കണമെന്നല്ലാതെ വിദ്യ പഠിക്കണത് അച്യുതപാളാശൻ്റെ അടുത്താണ്. ഈ കാലത്താണ് എൻ്റെ ഉപനയനം. അപ്പം 2ാമത്തെ വിവാഹത്തിന് അച്ഛനാവുമെന്ന് പറഞ്ഞു. ഗായത്രി ഉപദേശിച്ച അച്ഛനാണ്. അത് ഈ ചെണ്ടകൊട്ട് തുടങ്ങിയ ശേഷമാണ് ഉപനയനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യ ഗുരുനാഥൻ ഇദ്ദേഹം തന്നെയാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ഗുരുനാഥന്മാരെ സങ്കല്പിക്കും. അനവധി വേറെ പല ഗുരുനാഥന്മാരുണ്ടെങ്കിൽ ഗുരുനാഥന്മാരെ സങ്കല്പം ചെയ്യുമ്പോൾ ആദ്യം ഉള്ളിൽ വരുന്നൊരു മുഖം അച്യുതപാളാശാൻ്റെയാണ്. എനിക്കിപ്പോൾ സംഗീതിച്ച് ചെയ്യില്ല കേട്ടോ, ബോറടിക്കും. എന്നാലും എനിക്ക് പറയാനൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ 2ാമത്തെ ഒരു അത്ഭുതം എന്നുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, ഞങ്ങൾ
അതൊരു നേരമ്പോക്കാണ്. ചുളുപ്പുഴാശൻ ശരി ഞായർ പുറത്തേക്ക് കുളിക്കാൻ വരുമ്പോൾ ആ സമയം നോക്കിയിട്ടേ ഞാനൊക്കെ പോകുള്ളൂ. രണ്ട് കാരണം കൊണ്ടാണ്. ഇദ്ദേഹം നല്ലോണം പതപ്പിച്ച് സോപ്പ് കഴിക്കും. അപ്പോൾ നമ്മുടെ ഇല്ലത്തൊക്കെ കോൾത്താറ്, അതിൻ്റെ അപ്പുറം ഏറി ഒന്നാലായിട്ട് പോയി, നമ്പൂരിമാരത്തിലായിട്ട് പോയി, ആദ്യമാരോട് കോൾത്താറ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സോപ്പ് കണ്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ആ കാലത്ത് അച്ഛനുഭാഷ നല്ല പതയണ സോപ്പ്, നല്ല വാസനയും. അപ്പോൾ എന്താ വെച്ചാൽ ഈ സോപ്പ് കിട്ട് മുഴുവൻ തല മുതൽ പാദം വരെ പതപ്പിക്കും നല്ലോണം. എന്നിട്ട് ആ കണ്ണിങ്ങനെ പഠിക്കും, കെട്ടിക്കണ്ണും ചുണ്ടും പഠിക്കും. ഇതിങ്ങനെ നോക്കും നമ്മളെ. ആ ഒരു രൂപം കാണാനും ഒരു കൗതുകം. അതിലധികം അദ്ദേഹത്തെ ഇറങ്ങി മുമ്പ് ഒപ്പം ഞങ്ങൾ ചാടി നടത്തില്ലേ. അങ്ങനെ ചാടി എന്താ വെച്ചാൽ ആ ഒരു ആ പതയും അതിൻ്റെ ഒരു വാസനയും അത് ആസ്വദിക്കുക. അത് രസമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി കാത്തു നിൽക്കും. അപ്പം ചുലുവാശൻ്റെ അപ്പം ആശാനും അറിയാവുന്നതുകൊണ്ടത് കുട്ടികൾക്ക് ഒരു നേരമൊക്കെയായിട്ട് എടുക്കേണ്ട കുറച്ച് നേരമുണ്ട്. ആശാൻ്റെ കുളി വൃത്തിയുള്ള കുളിയാണ്, ഒരു വൃത്തിയുള്ള കുളിയാണ്. ഈ പത കഴിക്കാൻ നമ്മൾ കേൾക്കും, നമുക്ക് ആ പത വരെ വേണ്ടു. അങ്ങനെ ഒരു നേരം പോക്ക് ചുലുവാശാന. അപ്പോൾ അദ്ദേഹം ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ ഒരു താല്പര്യത്തോടു കൂടി തന്നെ ഞങ്ങളതിനെ അനുവദിച്ചിരുന്നു, ചീത്ത പറഞ്ഞിരുന്നില്ല. എന്താ ഇതിനെക്കുറിച്ച് പോയി കൂടെ ഒന്ന് ചോദിക്കാറില്ല. നേരെ കുറച്ച് നീരാടനഗര കൊടുക്കുന്ന വെച്ചാൽ ഞങ്ങളൊക്കെ ഇറങ്ങിയില്ല. കാരണം ഇറങ്ങണതിന് മുമ്പ് കയറി പോകണം, അല്ലെങ്കിൽ ചീത്ത പറയും. ഇദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വൃത്തി, കുളിക്കണേൻ്റെ ഒരു വൃത്തി, തോർത്തണേൻ്റെയും ഒക്കെ ഉള്ളൊരു വൃത്തിയുണ്ട്. അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്കൊരു കൗതുകം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മയുണ്ട് അച്ഛൻ വളർച്ചയ്ക്ക്. പിന്നെ കുറേശ്ശെ നമ്മൾ കഥകളി കാണാൻ എൻ്റെ ഓപ്പോള് കാലോട് കേട്ടൊരു ഓപ്പോളുണ്ട് എനിക്ക്. ഇപ്പോൾ ഓപ്പോളില്ല, 3 കൊല്ലം മുമ്പ് ഓപ്പോള് നമ്മളെ വിട്ടു പോയി. മത്സര ഓപ്പോളെന്ന് പറയും. ആ ഓപ്പോളൊക്കെ കഥകളി നല്ല കമ്പായിരുന്നു. അപ്പം ഈ കഥകളി കാണാൻ മുമ്പ് ആരെങ്കിലും ഒരാൾ പോകണം. ഈ 6 മണിക്ക് വാഴങ്കട വരെയൊക്കെ ഒപ്പം നടക്കും. പോളിയാണ്, ഒരു കാലം പോളിയോ ഫിക്സഡാണ്, കൈ കുത്തിയിട്ടാണ് കാലം. ആ ഓപ്പോളൊക്കെ കാവൽ പോകും. ചോക്കളൊപ്പം നടക്കാൻ ആളുമാണ്. അധികം എനിക്കാണ് ആ യോഗ ഉണ്ടാവുക. അങ്ങനെയാണ് ഞാൻ ഈ കഥകളി കണ്ടു തുടങ്ങിയത്. എന്നെ ശരിക്കും കഥകളി കാണാൻ പഠിപ്പിച്ചത് ഓപ്പോളാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ പല ദിക്കിലും ഇവരും നടക്കുന്നുണ്ടാവും. മുമ്പിൽ സുനേഷാനോ കുർപ്പാശാനോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ നടക്കുമ്പോൾ ഈ അച്ഛനുപ്രാശൻ സാധാരണ അങ്ങനെ ആരെയും കാത്ത് നടക്കുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങോട്ട് ഇറങ്ങിയ വേഗം പോണതായിട്ടാണ് നമ്മൾ പീഡിയെന്നൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഓപ്പോളെ കണ്ട അച്ഛനാശം ഒന്ന് പതുക്കെ നടത്താം. കുറച്ചിങ്ങനെ മുമ്പിൽ ഒപ്പല്ല, ഇങ്ങനെ കുറച്ച് മുമ്പിലുണ്ടാവും. നമ്മൾ കാണാനുണ്ട്. അങ്ങനെ ഒരു ദൂരത്തിൽ ആ അമ്പലം വരെ ബസ് ഇറങ്ങിയിട്ട് അമ്പലം വരെ നമ്മളെ കണ്ടുമുട്ടിച്ചാൽ ഒരു എന്താ പറയുക, ഒരു ശ്രദ്ധ ഓപ്പോളും ഒളുക്കി കൊടുത്തത്. അങ്ങനെ ഉള്ളൊരു അച്ഛനും ആശ. നമ്മൾ ആ തോലിൻ്റെ ഒരു ബാഗുണ്ട്, ആ ബാഗ് പിടിച്ച് അങ്ങനെയുള്ള ആശ. പിന്നെ ഉത്സവകാലത്ത് കാണുന്ന ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായിട്ടുള്ളൊരു ഉത്സവകാലത്ത് ഒരു ആശാൻ. അതാണ് പിന്നുള്ളൊരു ഉത്സവകാലത്ത് എന്തിനും അവിടെ സംശയം ചോദിക്കാൻ ചുലുപ്പാശാനാണ്. ചുലുപ്പാശാനെ ചോദിക്കാണ്ട് തീരുമാനങ്ങൾ ഉണ്ടാവില്ല. ചുലുപ്പാശാനായിട്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ട് ഓരോരോ ആരോടാണോ പറയുന്നത് അതിനനുസരിച്ച് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയോട് എങ്ങനെ പറയണം അതിനനുസരിച്ച് പറഞ്ഞ പല ഭാവങ്ങളിൽ നമുക്ക് ഉത്സവകാലത്ത് ആശാനെ കാണാൻ സാധിക്കും. പിന്നെ കഥകളി അണികളിൽ ധാരാളം നിൽക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കഥകളി കാണാൻ പോയി തുടങ്ങിയപ്പോൾ ആശാനായിട്ട് അപ്പോൾ അവർക്ക് കുറച്ച് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കൊണ്ട് തുടങ്ങി. കാരണം ആശാനോട് തിരിച്ചു പോരുമ്പോൾ ബാഗ് ഞാൻ പിടിക്കാം എന്ന് പറയാം. ചിലപ്പോൾ ബാഗ് തരാറുണ്ട്. ബാഗ് പിടിച്ച് ബസ് വരെ വരിക. ബസ്സിൽ കയറി കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ നമ്മൾ വേറെ പോയിരിക്കും. അങ്ങനെ ഒരു കാലം. അങ്ങനെയൊക്കെയാണ് എനിക്ക് അച്ഛനുപ്പാളാശൻ്റെ ഓർമ്മകൾ എനിക്കുള്ളൂ. പിന്നെ ഈ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും അമ്മ പറഞ്ഞു ഒന്ന് ചോദിക്കണം ആശാനോട്, എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഉള്ളത് നാളികേരം ഉണ്ട്. അവിടെ ആകെ ഉള്ളത് അതാണ്, തൊഴിലിനെ കുറിച്ച് നാളികേരമുണ്ട്. ചക്കയും മാങ്ങയുടെ കാലയെ കുറിച്ച് അതുകൊണ്ട് ഇതേ ഉള്ളൂ, എന്തെങ്കിലും കൊണ്ടുവരട്ടെ ചോദിക്കാൻ പറയും. എനിക്ക് ധൈര്യമില്ല അവിടെ പോയി ചോദിക്കാൻ. കാരണം ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നും തരണ്ടെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ ചീത്തപ്പേരാവുന്നതൊക്കെ ഞാൻ ചോദിക്കില്ല. അവിടെ പോയിട്ട് ഇവിടെ വന്ന അമ്മ ചോദിച്ചോ, ആ ചേട്ടൻ വേണ്ട ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് 3 മാസം കഴിച്ചു. അപ്പോൾ ഒന്നും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ കൊണ്ട് പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള അച്ഛനുപ്പാളാശൻ്റെ ഓർമ്മ ഇന്നും, അതാണ് ഞാൻ പറയുന്നത്, ഇന്നും നമ്മൾ ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രൂപം മനസ്സിൽ വരുന്നത് അച്ഛനുപ്പാളാശൻ്റെയാണ്. പിന്നെ ചീത്ത കുറേശ്ശെ കേട്ടിട്ടുണ്ട്. എൻ്റെ വികൃതികളെ കൊണ്ടന്ന് കാന്തളൂർ ആ പ്രദേശത്ത് വികൃതി എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരെ പറയുള്ളൂ. നഗരിലെ ദാമോദരനും കുന്നപ്പുറത്ത് ശങ്കരനും. ഞങ്ങൾ ആ പ്രദേശത്തിന് ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷെ പറഞ്ഞ കാര്യം നമ്മുടെ പേരിലാണ് ആദ്യം ചാർത്തി വയ്ക്കാറ്. പിന്നെ അന്വേഷണമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അതിൽ തിരിച്ചറിയാൻ മുമ്പ് കഴിയും. ഇങ്ങനെ പലപ്പോഴും പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ
അടിപിടിയാവാം, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാവാം ഉണ്ടാവുമൊക്കെ. എന്തെങ്കിലും കാരണം കൊണ്ട് അച്ഛൻപാശൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ ആ വിഷയം എത്തുകയാണെങ്കിൽ അദ്ദേഹം പറയും ഞാൻ വിളിച്ചു ചോദിക്കാം. അങ്ങനെ ഈ അമ്പലക്കുളത്തിൽ കുട്ടികളെ വിൽക്കുക അതൊക്കെ അങ്ങനത്തെ ഒരു വിനോദമാണല്ലോ. അങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് കേസാവും. കേസൊക്കെ ആകുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ഇടപെട്ടിട്ട് ചോദിക്കും, നമ്മളെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിക്കും അങ്ങനെ ചെയ്തോ. അപ്പോൾ ചെയ്തതാണെങ്കിൽ നമുക്ക് ഇല്ലാന്ന് മുഖത്തൊക്കെ പറയാൻ പറ്റില്ല. അതാണ് ആ മുഖത്തൊക്കെ നോക്കിയാൽ പറയേണ്ടി വരും. പക്ഷെ ചെയ്യാത്ത വിഷയമാണെങ്കിൽ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ രണ്ടാമതും ചോദിക്കില്ല പോളും. അതിന് ഉറപ്പാണ്. അങ്ങനെ മുഖത്ത് നോക്കി നുണ പറയില്ല എന്നുള്ള ഒരു വിശ്വാസം. അത് അങ്ങനെ പലപ്പോഴും പല വിഷയത്തിലും നമ്മൾ കാരണക്കാരല്ലാത്ത വിഷയത്തിൽ നിന്നൊക്കെ അദ്ദേഹം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നഗരം അങ്ങനെയല്ല, അത് അയാൾ തന്നെയാവും. അദ്ദേഹം ഉറപ്പാണ്, അദ്ദേഹം മാറ്റില്ല ആ തീരുമാനം. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ എന്തെങ്കിലും പറയുന്നത് അവർ ഒരു ഭയങ്കര ആത്മബദ്ധമായിരുന്നു, നഗരും അച്ഛനുപാടും കൂടിയിട്ട്. അതാണ് ഒരാളുടെ രണ്ട് വശാന്നർത്ഥം. ഒരു കാര്യത്തിനെ കുട്ടികളുടെ കാര്യമായാലും വേണ്ടില്ല, വലിയവരുടെ കാര്യമായാലും വേണ്ടില്ല, അദ്ദേഹത്തിന് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ ലളിതമായിരുന്നു, വളരെ പക്വമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ആ കുട്ടികൾക്കടക്കം വേദനിക്കരുതെന്നുള്ള നിലയ്ക്ക് കൈകാര്യം ചെയ്തു. അത് നേരത്തെ നമ്മൾ ചെയ്തതാണെങ്കിൽ അടിയും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് ഞാൻ വേറെ പുണ്യാമോ അത് നോക്കണമെന്നില്ല. അങ്ങനെ ഞാൻ അടിയും കിട്ടിയിട്ടുണ്ട്. ഈ വികൃതി കാണിച്ചത് പൊട്ടണ കാര്യത്തിൽ എന്നെ ഇതേവരെ അദ്ദേഹം ശിക്ഷിച്ചിട്ടുമില്ല, ചീത്ത പറഞ്ഞിട്ടുമില്ല. അത് വലിയൊരു എന്താ പറയുക, ഒരു ഓർമ്മയായിട്ട് തന്നെ ഉള്ളിൽ നിൽക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പൊട്ടിൻ്റെ പ്രാഗൽഭ്യം പറയാനൊന്നും ഞാൻ ആളല്ല. പിന്നെ ഉർപ്പാശാനും അച്ഛനുർപ്പാശാനും തിരിച്ച് അച്ഛനുർപ്പാശാനും ഉർപ്പാശാനും കൂടി അഷ്ടപതി പാടുന്നത് അത് കാന്തളൂരായാലും ചെങ്ങുകൂട്ടായാലും അതൊരു വേറെ അനുഭവമാണ്. ഈ സംഗീതം കേൾക്കേണ്ടതാണ്, കേട്ട് ആസ്വദിക്കേണ്ട ഒരു വിഷയമാണെന്ന് ആദ്യം തോന്നി തുടങ്ങിയിട്ടുള്ളത് ഈ ചുൽപ്പളാശാൻ്റെ. അതുമാത്രമല്ല, ഞാൻ ഓപ്പറോടൊക്കെ ഒരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട്. ചുൽപ്പളാശാൻ പാടുമ്പോൾ നന്ദനന്ദനും ഗോവിന്ദൻ എന്നാണ് പറയാ. ഇന്ദിര എന്നുള്ള അക്ഷരം ചുരുക്കാവും. അത് ഇന്ദിരാകാന്തനെ പാടും, ഇന്ദിരാകാന്തൻ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇന്ദിരാകാന്തൻ എഴുതും. ഞാൻ ഓപ്പറോടൊന്നും സംശയമൊക്കെ ചോദിച്ചില്ല, എന്നാന്നാണോ എന്താണെന്നാണോ എന്നൊക്കെ. മത്സവോടാണ് അതൊക്കെ ചോദിക്കേണ്ടത്. അപ്പം അങ്ങനെ ആശാനെ ഓർമ്മിച്ചാൽ ആദ്യം പറയുക അഷ്ടപതി പാടുപോലത്തെ വിഷയം പറയുകയാണെങ്കിൽ ഈ ഒരു കീർത്തനം നന്ദനന്ദൻ ഗോവിന്ദൻ എന്നുള്ള കീർത്തനം വളരെ ആസ്വദിച്ച് കാന്തളൂരിന് അനവധി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. മാത്രമല്ല അഷ്ടപതിയുടെ അവർ രണ്ടുപേരും കൂടിയുള്ള ഒരു ലയം, അഷ്ടപതിയുടെ ലയം അത് കേട്ടിട്ടാണ് കഥകളിപ്പദങ്ങൾ കേൾക്കാനും മറ്റു പാട്ടുകൾ കേൾക്കാനൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അത്രയും അടിസ്ഥാനമായിട്ട് കേട്ടിട്ടുള്ള സംഗീതം എന്ന് പറഞ്ഞാൽ ചുമ്പാളാശാൻ്റെ സംഗീതവും. പിന്നെ അദ്ദേഹത്തെ പ്രാഗൽഭ്യത്തിൽ പറയാനൊന്നും ഞാൻ ആളല്ല, എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല പറയാൻ. കൊട്ടിനെ പറ്റി തന്നെ എല്ലാ വാദ്യങ്ങളും ഞാൻ കാണുക. തിമല, ഈ അടിയന്തര വിഷയമായിട്ടുള്ള തിമല, ഇടത്താളം പഠിക്കണം കണ്ടിട്ടുണ്ട്, വലന്തര പഠിക്കണം കണ്ടിട്ടുണ്ട്, ഇടത്തര പഠിക്കണം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക വായിക്കണം കണ്ടിട്ടുണ്ട്, പാടണം കണ്ടിട്ടുണ്ട്. കളിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള അനവധി മേഖലകളിൽ അദ്ദേഹം പെർഫെക്റ്റായിട്ട്, അതായത് 100% ആത്മാർത്ഥയോടും വ്യക്തമായിട്ട് പ്രവർത്തിക്കണം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ പ്രവൃത്തിയുടെ ഗുണങ്ങൾ പറയാനൊന്നും ഞാൻ ആളല്ല. ഇത്രയൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തിനെ പറ്റി പറയാൻ തോന്നുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും തയ്യാറായിട്ട് തോന്നുന്നു. ഞാൻ ഇതന്നെ ഇപ്പോൾ വളരെ ഇങ്ങനെ ഒരു ചിട്ടയിലൊന്നും ആവില്ല പറഞ്ഞിട്ടുണ്ടാവുക, പല രീതിയിലൊക്കെ ആയിട്ടുണ്ടാവും പറഞ്ഞത്. ഇത്രയും അനുഭവങ്ങളാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇനി ജീവിതത്തിലൊരു അബദ്ധം ചെയ്തോ അതുകൂടി പറയട്ടെ. ഞാൻ ബോംബെയിൽ 92-ലൊക്കെ ഞാൻ ബോംബെയിലാണ് ചെറിയൊരു ജോലിയായിട്ട് ബോംബെയിൽ കൂടുന്ന കാലത്താണ് ഈ അദ്ദേഹത്തിൻ്റെ വിയോഗം അറിയാനിടയാവുന്നത്. മരിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ അറിഞ്ഞു. നമ്മുടെ ജയദേവനൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വിഷയം അറിഞ്ഞു. കുഞ്ഞുൾപ്പുഴ ഭാഷ മകൻ ജയദേവനൊക്കെ എൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹം മുഖാന്തരമാണ് അറിഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വരിക്ക് കുറച്ച് വാക്കുകൾ എഴുതാൻ ശ്രമിച്ചു. അതിന് മുമ്പേ ഉണ്ടായിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അബദ്ധമായിട്ടെന്ന് തന്നെ പറയാം. കുറച്ച് വരികൾ വാക്കുകളെ കൂട്ടിക്കടുപ്പിച്ചിട്ടുണ്ട്. അതിന് യാതൊരുവിധ ഭംഗിയും ഉണ്ടായിക്കോണമെന്നില്ല. ആശയം മാത്രമേ നിങ്ങളത് ശ്രദ്ധിക്കാവൂ. ആ ആശയം എൻ്റെ മനസ്സിലുള്ള ആശാനെ ഞാൻ എങ്ങനെയൊക്കെ ചിത്രീകരിക്കാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ച ഒരു 4 വരി എഴുതിയിട്ട് അത് എനിക്ക് ചെല്ലാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് അത്ര ഗുണമൊന്നുമില്ല, ഒട്ടും ഗുണമില്ല. ഞാൻ അത് ആലാപനം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അത്തിപ്പറ്റ രവി തീരുമാനിച്ചു. ഞാൻ അദ്ദേഹം ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ചെല്ലാൻ നേരിട്ടിട്ടുണ്ട്. ഞാൻ ചെല്ലാതെ അത്യ അപകടം വീഴും, അതുകൊണ്ട് അത്തിപ്പറ്റ രവി ഏൽപ്പിച്ചിട്ടുണ്ട്.
രവി അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിൽ യാതൊരുവിധ സാഹിത്യ ഭംഗിയൊന്നും ആരും ദയവ് ചെയ്ത് ശ്രദ്ധിക്കരുത്, അതിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കരുത്. ഒരൊറ്റ ഒന്നേയുള്ളൂ, ഈ 92 ഉണ്ടായിരുന്ന ശങ്കരൻ്റെ മനസ്സിൽ ഈ വിഷയം കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വികാരം മാത്രം പ്രതിഫലിക്കുന്നുണ്ടോ എനിക്കറിയാം, എൻ്റെ ഉള്ളിലുണ്ട്. അതൊന്നും ഇവിടെ രവി ചെല്ലും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ശങ്കരേട്ടൻ നന്നായി ചൊല്ലാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം തയ്യാറാവാതിരിക്കുകയാണ്. എനിക്കൊക്കെ തന്നെ കവിതയുമായോ ശ്ലോകവുമായോ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുന്നാമ്പറമ്പ് എന്ന ഇല്ലമാണ് അതിന് കാരണം. കുട്ടിക്കാലത്ത് ഇടയ്ക്കൊക്കെ അവിടെ പോകും. അവിടെ പോയാൽ അവിടെ എല്ലാവരും ശ്ലോകക്കാരാണ്. വട്ടത്തിലിരുന്ന് ശ്ലോകം ചൊല്ലുന്ന ഒരു രീതി അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ചൊല്ലാൻ വയ്യ എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഏതായാലും അദ്ദേഹം എഴുതിയ വരികൾ ഞാനൊന്ന് ചൊല്ലാൻ ശ്രമിക്കാം. ഗുരുവിന് നമസ്കാരം എന്നാണ് ഇതിൻ്റെ ശീർഷകം. പുലകാലത്തെഴുന്നേറ്റ് ചുടുതായിരിക്കവേ ആകാശവാണിയിൽ നിന്നും ആ വാർത്തയറിയുന്നു ഞാൻ. പുലകാലത്തെഴുന്നേറ്റ് ചുടുതായിരിക്കവേ ആകാശവാണിയിൽ നിന്നും ആ വാർത്തയറിയുന്നു ഞാൻ. ഞെട്ടിപ്പോയേ അതിൻ കാര്യഗൗരവത്തികമോർക്കവേ അച്ചുണ്ണിപ്പൊരുവാളാശൻ അകാലേ മൃതനായി പോൽ. സ്മൃതിയിൽ തെളിവു നാടൻ സുന്ദരി വെള്ളിനേഴിയും ലതകൾക്കു നടുക്കുള്ള ചാരുഗോപുരമമ്പലം നെറ്റിയിൽ ഭംഗിയായി നല്ല സിതഭസ്മത്രിപുണ്ഡ്രവും ആസ്വാദകന്മാരർപ്പിച്ച ഭൂഷണം മാർവിടത്തിലും പോക്കുവിലേറ്റുമിന്നുന്ന സ്വർണ്ണാഭരണ തുല്യമാം ആകാരഭംഗിയെ കണ്ടാൽ ആദരിച്ചിടുമേവരും. കൊട്ടുവാദ്യങ്ങളൊക്കെയും കൊട്ടുവാൻ നിപുണോത്തമൻ പാണികൊട്ടുന്ന കർമ്മത്തിൽ പ്രാഗൽഭ്യത്തികവാർന്നവൻ. ഉത്സവ ചെണ്ടമേളത്തിൽ ഉത്തമൻ പൊതുവാൾ ഗുരു. ഉച്ചശീവേലി കാണുമ്പോൾ ഭക്തനമ്പലവാസിയും. ആട്ടക്കഥകനൂറ്റൊന്നുമാടുന്നവന് കൊട്ടുവാൻ അറിവുള്ളവരാരുണ്ടേ ആശാനില്ലാത്തനങ്ങിലായി. മാസത്തിൽ 1-ാം വ്യാഴാഴ്ച കാന്തല്ലൂരമ്പലത്തിലും ചൊവ്വ അല്ലെങ്കിലോ വെള്ളി ചെങ്ങിണിക്കൊട്ടുകാവിലും നാലമ്പലമകം സർവ സ്നേഹത്തരികൾ തത്തവേ കേൾക്കാം സോപാന സംഗീത ഗാനാലാപന മാധുരി. കിടക്കൊത്ത നാദത്തിൽ കണ്ണടച്ചതിഭക്തിയാൽ കാമേഘവർണ്ണനെ
കിടക്കൊത്ത നാദത്തിൽ കണ്ണടച്ച് അതിഭക്തിയാൽ കാർമേഘവർണ്ണനെ കണ്ണാൽ കാണുമ്പോഴുള്ളതാം സ്തുതി. കാലം നിൽക്കില്ല, കാക്കില്ല, കാര്യം ശരിയതെങ്കിലും കാലമാകും മുമ്പ് മൃത്യുകാലം വന്നതു സത്യം. അശ്രുബിന്ദുക്കളാലിന്ന് ആദരോദകതർപ്പണം അഖിലാരാധ്യനാശാന്തൻ ആത്മാവിനായി നമാമ്യഹം. അശ്രുബിന്ദുക്കളാലിന്ന് ആദരോദകതർപ്പണം അഖിലാരാധ്യനാശാന്തൻ ആത്മാവിനായി നമാമ്യഹം.